ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റാഗി കൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു ദോശ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ റാഗി ഞാൻ നേരത്തെ തന്നെ ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ വെള്ളത്തിലിടുന്ന വസ്തുക്കൾ, അതായത് വെള്ളത്തിലിടുന്ന പൾസസ്, സെറിയൽസ് അതെല്ലാം ഒരു 4-4.5 മണിക്കൂർ കൂടുതൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം വേറൊരു രീതിയിലേക്കാവും. പിന്നെ വല്ലാത്തൊരു ചീഞ്ഞ പോലത്തെ ഒരു മണം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 4 മണിക്കൂർ മാക്സിമം വെള്ളത്തിലിടുന്നതായിരിക്കും നല്ലത്. ഇപ്പം 4:30 എന്ന് അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടുതൽ വെള്ളത്തിലിടണ്ട. ചിലരെന്ന് പറഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്തൊക്കെ അരയ്ക്കുന്ന കാണാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല വ്യത്യാസം വരും മണം. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റാഗി ഉണ്ട്, അതുപോലെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചോറ് ചേർത്ത് അരയ്ക്കാൻ താല്പര്യമില്ലാത്ത, ചോറ് ചേർത്ത് അരയ്ക്കുന്നത് നമ്മുടെ ദോശ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനൊരു ബൈൻഡർ പോലെ, ഈ ഉഴുന്നും ചോറും ചേർക്കുന്ന ഈ റാഗിക്കൊരു ബൈൻഡർ പോലെ അതിനെ ആ മാവൊന്ന് നമ്മൾ പൊട്ടിപ്പോവാതിരിക്കാൻ, ദോശ പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ചോറ് ചേർത്ത് അരയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ചോറിന് പകരം അവൽ 2 സ്പൂൺ കുതിർത്ത് ചേർത്തരയ്ക്കാം. അപ്പോൾ ഞാൻ റാഗിയുടെ കൂടെ ഒരു 10-12 ബദാം പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലി ഞാനൊന്നെടുത്ത് കളയാണ്. തൊലി എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ബദാം അതിലേക്കിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബദാം പരിപ്പെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് അതിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ റാഗി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് മുളപ്പിച്ച റാഗിയാണ്. ഇത് ഞാൻ മുളപ്പിച്ചെടുത്തതല്ല, ഇതെനിക്ക് അങ്ങനെ തന്നെ മുളപ്പിച്ചതായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് എങ്ങനെയായിരുന്നെന്ന് കാണിച്ചു തരാം. അവർ മുളപ്പിച്ചിട്ട് ഉണക്കിയാണ് പാക്കറ്റിലാക്കി തന്നത്. ഇവിടെ ഇങ്ങനൊരു കട ഉണ്ട്, നമ്മളുടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. ഇതുപോലെ കുറച്ച് ഒറിജിനലായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു ഓതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അവർ തന്നെ മുളപ്പിച്ച് റാഗിയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് വെള്ളത്തിലിട്ട് ഒന്നും കൂടെ അത് എന്താ പറയുക, ഫ്രഷ് ആക്കി കുതിർത്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങയും കൂടെ ചേർത്തരയ്ക്കാം. തേങ്ങ ചേർക്കാം, സബോള അരിഞ്ഞത് ചേർക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഉഴുന്ന്, പിന്നെ ഇതുപോലെ 2 സ്പൂൺ ചോറ്, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും ഈ റാഗി ദോശ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ദോശ പോലെ അത്ര ടേസ്റ്റി ആണെന്ന് പറയത്തില്ല. റാഗി ഇത് ഇഷ്ടമുള്ളവർക്കും പിന്നെ കുറച്ച് ഇങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കുമാണ് റാഗി കൂടുതലും താല്പര്യം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കഴിപ്പിക്കണം. അപ്പോൾ റാഗി കൊണ്ട് ഈ വിഭവം മാത്രമല്ല വേറെ പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലൊന്നാണ് ഈ ദോശ. അപ്പോൾ ഞാനിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് അരയ്ക്കുന്നത്. പിന്നെ മാവ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ച് ഇത് അരയ്ക്കാൻ ഒരിക്കലും വെക്കരുത്. അല്പാൽപമായിട്ട് നമ്മൾ അരി ഉഴുന്നും അരയ്ക്കുന്ന പോലെ തന്നെ അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഏകദേശം ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മാവ് അരച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ മാവ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു ഉള്ളി ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഉള്ളി ചമ്മന്തി, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചമ്മന്തി. ഉള്ളി ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 10-12 ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളകിനായിട്ട് ഞാനിവിടെ കാശ്മീരി മുളകാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കുറച്ച് നല്ല മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നല്ല മുളക് പൊടി വേണം, നല്ല മുളക് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഹോൾ കാശ്മീരി മുളക് ഒരു 5-6 എടുത്തിട്ട് ഒരു അല്പം എരിവുള്ള മുളക്, നമ്മുടെ സാധാരണ നല്ല മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർക്കാം. പക്ഷേ ഞാനിവിടെ വിനാഗിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വിനാഗിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ വിനാഗിരി ഒരു ചെറിയ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും വിനാഗിരി ചേർക്കുമ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ നേരത്ത് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. കാരണം ഇതൊരു അധികം തിക്നെസ് വേണ്ട, ഒന്ന് ലൂസായിട്ടൊന്ന് അധികം ലൂസാവാനും പാടില്ല. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളിച്ചമ്മന്തി ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആയവർ വെളിച്ചെണ്ണ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദോശയുടെ മാവ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ദോശ ചുടാം. അപ്പോൾ ദോശ ചുടുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോശ നമ്മൾ മറ്റേ അരിദോശ പരത്തുന്നത് പോലെ അത്ര തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ ഈ ദോശ പൊട്ടിപ്പോവും. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് കട്ടിയിൽ വേണം ഇത് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട്. പിന്നെ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് പരത്തി ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ മാവൊഴിച്ച് പരത്തി ഉണ്ടാക്കിയാൽ മതി. പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആവും അത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് ക്രിസ്പി ആവുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിതെങ്ങനെ ടേസ്റ്റ് കൂടുതലും കുറവൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോൻ നന്നായിട്ട് അഭിപ്രായം പറയും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ 3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ ഇത് പല പ്രാവശ്യം പല രീതിയിലാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവൻ പറയും, ഇത് മറ്റതിനേക്കാളും നന്നായിരുന്നു, അല്ലെങ്കിൽ മറ്റത് ഇതിനേക്കാളും നന്നായിരുന്നു, ആ രീതിയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞതാണ് ക്രിസ്പിനെസ് കൂടുന്തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്നാണ് അവൻ പറയുന്നത്. കാരണം ശരിയാണെന്ന് എനിക്കും തോന്നി. പെട്ടെന്ന് ദോശ എടുത്ത് കഴിയുമ്പം അതിനൊന്ന് വേവ് കുറവ് പോലെ നമുക്ക് അനുഭവപ്പെടും. കാരണം ആ ചോറും മറ്റേ നമ്മുടെ ഉഴുന്നും ഉള്ളത് കൊണ്ടായിരിക്കാം കുറച്ചൊരു വേവാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ക്രിസ്പിനെസ് വരുത്തി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ ഈ ചമ്മന്തി ഞാൻ ഇന്നിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ചമ്മന്തി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇത് ഹമ്മൂസിൻ്റെ കൂടെ നല്ല പെട്ടെന്ന് കുട്ടികൾ തിന്നും. കാരണം ഈ റാഗിയുടെ ദോശയ്ക്ക് നമുക്കറിയാമല്ലോ, മറ്റേ ദോശയുടെ അത്ര ടേസ്റ്റ് ഇല്ല, കുറച്ച് മടിയായിരിക്കും അവർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികളെ തീറ്റിപ്പിക്കാൻ വേണ്ടി പെട്ടെന്നൊരു ഐഡിയ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹമ്മൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഹമ്മൂസിൻ്റെ കൂടെ കഴിക്കാൻ, അതായത് ഹമ്മൂസ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതും കൂടെ കൊടുക്കുമ്പോൾ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനിൽ ഒരു ഡിപ്പാണ്, നല്ലൊരു ഡിപ്പാണിത്. ക്രിസ്പിനെസ് ആയിട്ടുള്ള ആ ദോശ കഴിക്കാനായിട്ട് നല്ലൊരു ഡിപ്പായിരിക്കും അത്. അപ്പോൾ ഈ ദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഇത് നമുക്ക് ഡിന്നറിനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം അത്ര അധികം ഹെവി ആയിട്ടുള്ളൊരു ഫുഡല്ലല്ലോ, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫുഡ്. എന്നാൽ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൊമക്ക് ഫില്ലായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവർ പിന്നെ അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വിഭവമായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.